ഹലോ സുഹൃത്തുക്കളെ, സ്വാഗതം. എൻ്റെ കൊച്ചുമകൻ ജോണു 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉണ്ടായ ഒരു അനുഭവം. ഇതെന്തിനാണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നിപ്പോകും. പക്ഷേ എനിക്ക് തോന്നുന്നത് അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇവിടെ നമ്മുടെ കൊച്ചു കേരളത്തിൽ നന്നാക്കി എടുക്കാനുള്ള ഓരോ പാഠങ്ങളായിട്ട് എടുക്കാമെന്നാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യം എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കാമെന്ന് ആഗ്രഹിക്കുന്നത്. ഇവൻ്റെ ക്ലാസ്സിൽ ധാരാളം പെൻസിലുകളും സ്കെച്ച് പെൻസിലും എല്ലാം അവർക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കാൻ കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ സ്കൂളിൽ വെച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോരും. അതാണ് പതിവ്. പക്ഷേ അവരുടെ ടീച്ചറിൻ്റെ മേശയിൽ ഒരു സ്കെച്ച് പെൻ സെറ്റ് വെച്ചിട്ടുണ്ട്. എപ്പോഴും അത് ആ മേശയിലുണ്ടാവും. അതിലാണ് കുട്ടികളുടെ കണ്ണ്. അതെന്താണെന്ന് ചോദിച്ചാൽ നല്ല മനോഹരമായ തിളങ്ങുന്ന വിവിധ വർണ്ണത്തിലുള്ള മഷികളുള്ള സ്കെച്ച് പെൻ സെറ്റാണ്. ഇത്തിരി വില കൂടിയതായിരിക്കാം. ഏതായാലും അതവിടെ വെച്ചിരിക്കുകയാണ്. ടീച്ചർ നല്ല ബിഹേവിയറിന് ഓരോ കുട്ടിക്കും അത് സമ്മാനമായിട്ട് കൊടുക്കും. ആ ഒരു പാക്കറ്റ് അത് അവന് വീട്ടിൽ കൊണ്ടുപോകാം. 2 ദിവസം വീട്ടിൽ വെച്ചിട്ട് ഇഷ്ടം പോലെ വരയ്ക്കാം, അത് എൻജോയ് ചെയ്യാം. തിരിച്ച് ടീച്ചറിന്റെ കയ്യിൽ കൊണ്ട് ഏൽപ്പിക്കണം. അതടുത്ത് കുട്ടിയുടെ ഊഴം വരുമ്പോൾ കൊടുക്കും. ഒരുപക്ഷെ മഷി തീർന്ന ടീച്ചർ വേറെ റിപ്ലേസ് ചെയ്യുന്നുണ്ടാവാം. ഏതായാലും ജോണുവിന്റെ ഊഴം വന്നു. അവൻ വലിയ സന്തോഷത്തിലൊരു ട്രോഫി കൊണ്ടുവരുന്ന സന്തോഷത്തോടെ ഗുഡ് ബിഹേവിയറിനുള്ള സമ്മാനമായിട്ട് അവനത് വീട്ടിൽ കൊണ്ടുവന്നു. പിറ്റേ ദിവസം ശനി ഞായറുമാണ്. കുട്ടി ഇരുന്ന് വരയ്ക്കാൻ തുടങ്ങി. എല്ലാ കടലാസുകളും കോണോട് കോണ് ഈ മനോഹരമായ മഷി കൊണ്ട് കുത്തി വരയ്ക്കുകയാണ്. ഒക്കെ അങ്ങ് തീർത്ത് കളയുമല്ലോ എന്ന് എനിക്ക് തന്നെ തോന്നി. പക്ഷെ അവന്റെ അനുവാദത്തിൽപ്പെട്ടതാണ്, അവകാശത്തിൽപ്പെട്ടതായിട്ട് അവനറിയാം. എനിക്ക് ക്രിസ്മസ് കാർഡിലൊക്കെ ഇത്ര എഴുതാൻ വേണ്ടിയിട്ട് ആ കുട്ടിയോട് ഞാൻ ഇതൊന്ന് കടം ചോദിച്ചു. കുറച്ച് നേരത്തേക്ക് എനിക്ക് തന്നാൽ ഒരു എഴുതിയിട്ട് തരാമെന്ന്. ഉടനെ വന്നു മറുപടി, നോ മമ്മച്ചി, ഐ എം സോറി, ഐ കാൻ ഗീവ് ദിസ് ടു യു. ദിസ് ഈസ് സ്കൂൾ പ്രോപ്പർട്ടി. School property is only meant for school children. You are not to use it. He didn't give me that. അതുകൊണ്ട് എനിക്കൊരു സങ്കടം ഉണ്ടായില്ല. ഒരു കണക്കിന് എനിക്ക് വളരെ സന്തോഷമായി പോയി. കുട്ടികളിലെ പൗരബോധവും സത്യസന്ധതയും കൃത്യമായിട്ട് ഇൻകൾക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്കൂൾ സിസ്റ്റമാണല്ലോ അവർക്കുള്ളതെന്ന് ഓർത്തിട്ട് നമുക്കും ഇങ്ങനെയൊക്കെയുള്ള മനോഭാവം ഈ മാലാഖ കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുത്തുകൂടെ? കള്ളം പറയരുത്, സത്യമേ പറയാവൂ എന്നെല്ലാം ഉപദേശിച്ച് പിള്ളേരെ ബോറടിപ്പിക്കുക അല്ലാതെ നമ്മൾ പ്രായോഗിക തലത്തിലെ കുട്ടികളെ പരിശീലിപ്പിക്കാൻ പുറകോട്ടാണ്. ഇത് നമുക്ക് പരിശീലിപ്പിക്കാമെന്ന് പറയുമ്പോൾ ജൂനിയർ ക്ലാസ് ടീച്ചേഴ്സിന് ഒരു വലിയ വെല്ലുവിളിയാണ്. ഇന്നത്തെ നമ്മുടെ കാലാവസ്ഥയിൽ ഇതൊരു വെല്ലുവിളി തന്നെയാണ്. പക്ഷെ നമ്മളെല്ലാവരും ഇത് പരിശീലിപ്പിക്കേണ്ടത് തന്നെയാണെന്നാണ് എൻ്റെ ദീർഘകാലത്തെ പരിചയത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. നമുക്കിനി നാളെ കാണാം. വളരെ സന്തോഷം. ഓക്കെ.